അപ്പോ ഇനി ഒരു കള്ളം കൂടി പറയാന്ന് പ്ലാൻ ചെയ്യണല്ലേ? അത് അത് പിന്നെ അത് ഞാനൊന്നും പറഞ്ഞിട്ടുമില്ല, നിങ്ങളൊന്നും കേട്ടിട്ടുമില്ല. അതെ, ഉണ്ണി വന്നു. അവരെന്താ വേണ്ടത് ചെയ്തു കൊടുക്ക. ചെല്ല്. ഒരു ഡൗട്ടും ഇല്ല വസു. കാർത്തിക എന്താ ഉണ്ണി മുഖം വാടിയിരിക്കുന്നേ? ഇന്ന് മിസ് ഒരു ടഫായിട്ടുള്ള ഹോംവർക്ക് തന്നമ്മേ. എന്ത് ഹോംവർക്ക് അത്? പാണ്ഡവന്മാരെന്ന് പറഞ്ഞ കൗരവന്മാർക്ക് ഒട്ടും ഇഷ്ടമല്ലല്ലോ. അതെ. ഒരു തവണ പാണ്ഡവന്മാരെ അരക്കില്ലത്തിനുള്ളിൽ വെച്ച് ജീവനോടെ ചുട്ടുകൊല്ലാൻ വേണ്ടി കൗരവന്മാർ പദ്ധതി ഇട്ടില്ലേ? പദ്ധതി ഇട്ടു, പക്ഷെ ഭാഗ്യം കൊണ്ട് പാണ്ഡവര് രക്ഷപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ പിന്നെന്താ അത് കഴിഞ്ഞിട്ട് അവര് കൗരവന്മാരോട് യുദ്ധം ചെയ്യാതെ വെറുതെ വിട്ടത്? കുരുക്ഷേത്രം വരെ എന്തിനാ കാത്തിരുന്നത്? ശരിക്കും ഇത് ബുദ്ധിമുട്ടുള്ള ഹോംവർക്കാണ് ഉണ്ണി. നന്നായി ആലോചിച്ചെഴുതണം. ഇത് ആലോചിച്ച് എനിക്കിപ്പോ തലവേദന എടുക്കുന്നു വല്യമ്മേ. ഡോണ്ട് വറി ഉണ്ണി, പോയി ഫ്രഷ് ആയിട്ട് വാ. ഞാൻ നിന്നെ ഹോംവർക്ക് ചെയ്യാൻ സഹായിക്കാം. താങ്ക് യു അമ്മേ. ചെല്ലു. നിന്റെ കയ്യിൽ അതിന്റെ ഉത്തരവുണ്ട് വസു. അരക്കില്ലം തീപിടിച്ച് ചാമ്പലായ ശേഷം പാണ്ഡവർ കൗരവരോട് എന്തുകൊണ്ട് യുദ്ധം ചെയ്തില്ല? അതെനിക്കറിയില്ല ചേച്ചി. പക്ഷേ നമ്മുടെ വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം എനിക്ക് കിട്ടി. എന്താ അത് വസു? ഏട്ടത്തി കൊച്ചുമോന് നല്ല ദേഷ്യത്തിലാണല്ലോ. കാർത്തികയാണെങ്കിൽ നല്ല ടെൻഷനിലും. അവര് സത്യം അറിഞ്ഞോ എന്തോ? ഏട്ടത്തി ഏട്ടത്തി എന്നോട് സംസാരിക്കരുത്. കൊച്ചുമോനെ, നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. അപ്പോ എല്ലാം അറിഞ്ഞാണ് സംസാരിക്കുന്നതല്ലേ? സത്യം അറിഞ്ഞിട്ടുകൂടി ഏട്ടത്തി ഇങ്ങനെ ഒരു കാര്യം ചെയ്തു അല്ലേ? ഇളയും ഇപ്പൊ മനസ്സിലെന്താ വിചാരിക്കുന്നത്? അത് അന്ന് കാർത്തികയ്ക്ക് അത് അന്നത്തെ കാര്യം വിട്. ഇന്നലത്തെ കാര്യത്തെ പറ്റിയാ ഞാൻ ചോദിക്കുന്നത്. ഇന്നലെയോ? ഇന്നലെ നിങ്ങൾ എന്താ ചെയ്തെന്നറിയോ? നിന്നോട് പറഞ്ഞിട്ടല്ലടാ ചെയ്തത്. ഇന്നലെ എനിക്ക് കേർഡ് റൈസ് തന്നപ്പോ സോൾട്ട് അതിൽ അധികം ഇട്ടിരുന്നു. അതുകൊണ്ടാ എന്റെ BP റേസ് ആയതെന്ന്. അതുകൊണ്ടാ തലവേദന വന്നത്. BP കൂടുതലുള്ളവർക്ക് സോൾട്ട് കൊടുക്കാൻ പാടില്ലെന്ന് ഇളയമയ്ക്ക് അറിയില്ല. നിങ്ങൾ കാരണമാ രാത്രി മുഴുവൻ എന്റെ അമ്മ തലവേദന എടുത്ത് കിടക്കേണ്ടി വന്നത്. ഇനി ഏട്ടത്തിയുടെ കൈകൊണ്ട് എനിക്ക് എന്ത് തന്നാലും ഞാൻ വാങ്ങിക്കുകയില്ല, കഴിക്കുകയില്ല. അമ്മയ്ക്ക് കൊടുത്ത പോലെ കാർത്തികയ്ക്ക് എന്തെങ്കിലും വാരി വലിച്ചു കൊടുത്ത് വയറ്റി കിടക്കുന്ന എന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാ ആ നിമിഷം ഉണ്ടല്ലോ, നിങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് എന്നെ പറഞ്ഞയക്കും ഞാൻ. അപ്പോ അവര് സത്യം അറിഞ്ഞിട്ടില്ല? ഇല്ല. അറിഞ്ഞെന്ന് കരുതി ഞാൻ എന്തുമാത്രം ടെൻഷനായിന്നറിയോ? ആന്റി സത്യം വിളിച്ചു പറയൂന്ന് ഞാൻ ടെൻഷനായി പോയി. അല്ല, നീ അവിടെ എങ്ങനെ മാനേജ് ചെയ്തു? ബൈ ബർത്ത് എനിക്ക് കിട്ടിയ ബുദ്ധി ഉപയോഗിച്ച്.
എടി നീ സത്യം എന്താന്ന് പറ. അമ്മ ഒരു ഹാർട്ട് പേഷ്യന്റ് ആണെന്ന് ഡോക്ടറിനോട് കള്ളം പറഞ്ഞു. സത്യം അമ്മ അറിഞ്ഞാ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. നിനക്ക് കിട്ടിയിരിക്കുന്നത് എന്റെ സ്വഭാവ. കള്ളി പെണ്ണ്. ബാബാ ദൃഷ്ടി ഒഴിഞ്ഞിടാ. ബാബാ ബാബാ. ആന്റി അതിരിക്കട്ടെ, കാർത്തിക ഇപ്പൊ പ്രഗ്നന്റ് ആണോ അതോ അല്ലേ വസു? അത് നമുക്ക് എത്രയും വേഗം മനസ്സിലാക്കാം ചേച്ചി. ഇളയമയും കാർത്തികയും ചേർന്ന് എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട്. അത് അവർക്ക് രണ്ടുപേർക്ക് മാത്രം അറിയാവുന്ന ഒരു രഹസ്യമാണ്. എന്താന്നറിയില്ല, ഇവിടെ ഓരോരുത്തരും എന്തൊക്കെയോ കാട്ടിക്കൂട്ടുകയാണ്. അതുകൊണ്ട് നമ്മളും എന്തെങ്കിലും ചെയ്തേ പറ്റൂ ചേച്ചി. ഉണ്ണി വന്ന ഉടനെ അവന്റെ ഹോംവർക്കിനെ കുറിച്ച് കേട്ടപ്പോ എന്റെ മനസ്സിലൊരു ഐഡിയ തോന്നി. അല്ല, ഹാളിൽ വെച്ച് നീ എന്തോ പരിഹാരം കണ്ടെത്തിയെന്ന് പറഞ്ഞില്ലേ? എന്താ അത്? ഉണ്ണിയുടെ ഹോംവർക്കിനെ പറ്റിയാണോ? നമ്മൾ ഈ റൂമിൽ ചെയ്യേണ്ട ഒരു വർക്കിനെ പറ്റിയ ചേച്ചി. അടിസ്ഥാനപരമായി കൗരവരും നല്ലവരാ, പക്ഷെ എന്താ കുറച്ച് സ്വാർത്ഥതയുള്ളവരാ. അത് ശകുനി തനിക്ക് അനുകൂലമായി പ്രയോഗിച്ചു. പാണ്ഡവരുടെ വംശം നശിപ്പിച്ച് രാജ്യം തന്റെ കൈക്കുള്ളിലാക്കണമെന്ന് കൗരവരുടെ കാതില് മന്ത്രിച്ചു കൊടുത്തു. ശരിക്കും പറഞ്ഞ ഈ വീട്ടിലിപ്പോ അതാ സംഭവിക്കുന്നത്. പൊതുവെ നല്ലവരായിരിക്കുന്ന ഭാസ്കരേട്ടന്റെയും അഖിലിന്റെയും കാർത്തികയുടെയും മനസ്സിൽ സുമംഗലി ഇളയമ വിഷം കുത്തി നിറയ്ക്കുക. ചേച്ചിയെ ഭയപ്പെടുത്തി അവരെയൊക്കെ എനിക്ക് എതിരാക്കി മാറ്റുകയാണ്. ആ ശകുനിയെ പോലെ കരുക്കൾ നീക്കുക. അതെ വസു, എല്ലാ സുമംഗലി ഇളയമ കാരണോ അമ്മയോട്, ഏട്ടനോട്, അഖിലിനോട്, കാർത്തികയോട് ആവശ്യമില്ലാത്തതൊക്കെ പറഞ്ഞ് വഴി തെറ്റിക്കുക. അതിനു വേണ്ടിയാ ചേച്ചി ഞാനിപ്പോ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. സത്യം എന്താണെന്ന് അവരോട് പറയുന്നതോ ഇല്ലെങ്കിൽ അവരോട് പറയാതെ നിർബന്ധിച്ച് അവരെ ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പറഞ്ഞയക്കണോ, അതോ അല്ലെങ്കിൽ അവരെ ഈ വീട്ടിൽ വെച്ച് തന്നെ നല്ലൊരു ശിക്ഷ കൊടുക്കണം. ഭാസ്കരേട്ടനെയും അഖിലിനെയും കാർത്തികയും ഒക്കെ മാറ്റിയെടുക്കണം. അത് നിന്നെ കൊണ്ട് പറ്റുമോ വസു? ചേച്ചിയും ഞാനും കൂടി ചേർന്ന ഉറപ്പായിട്ട് ഇതൊക്കെ നടക്കും. ഇത്രയും നാള് നമ്മൾ അടുക്കള ജോലികളും കുട്ടികളെ റെഡിയാക്കി സ്കൂളിലേക്ക് വിടുന്ന ജോലികളുമാണ് ചെയ്തോണ്ടിരുന്നത്. ഇനി മുതൽ ഈ വീട്ടിലെ മരുമക്കളായി ഈ വീടും ഇവിടുത്തെ ആൾക്കാരെയും നമുക്ക് നേർവഴിക്ക് എത്തിക്കണം. ഞാൻ നിന്റെ സൈഡിലാണെന്ന് അറിഞ്ഞാൽ ഏട്ടൻ എന്ത് ചെയ്യുമെന്നറിയില്ല. എനിക്കാകെ പേടിയാവുന്നു. അതിന് എന്റെ അടുത്തൊരു പ്ലാൻ ഉണ്ട് ചേച്ചി. ഹോസ്പിറ്റൽ വെച്ച് അഖിലിനെയും അമ്മയും മാനേജ് ചെയ്യാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. താങ്ക് ഗോഡ് ആ ഡോക്ടർ ഞാൻ പറഞ്ഞ കഥകൾ വിശ്വസിച്ചതിന്റെ ഭാഗ്യം. ഇല്ലായിരുന്നെങ്കിൽ എന്റെ ജീവിതം ഇപ്പോൾ തല കീഴായി മറിഞ്ഞേന്. ടെൻഷൻ ആവുന്നതിനേക്കാളും പ്രഗ്നന്റ് ആകുന്നത് എളുപ്പം. കാർത്തിക,
നിന്നോടൊന്ന് സംസാരിച്ചോട്ടെ. എന്താ ചേച്ചി? ചേച്ചിയുടെ അനിയത്തിയോട് സംസാരിക്കാൻ പെർമിഷൻ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ഇവരെന്തിനാ എന്റെ അടുത്തേക്ക് വന്നത്? ഡോക്ടർ എന്തു പറഞ്ഞു കാർത്തികേ? എന്തിനെ കുറിച്ച്? നീ എന്തിനാ ഹോസ്പിറ്റലിൽ പോയത്? അമ്മയ്ക്ക് തലവേദനയായിരുന്നതുകൊണ്ട്. അപ്പോ നിന്റെ വയറ്റിലുള്ള കുഞ്ഞിന് വേണ്ടിട്ട് പോയതല്ലേ കാർത്തികേ? എന്താ കാർത്തിക ഇത്? വയറ്റിലുള്ള കുഞ്ഞിനെ പറ്റി എങ്ങനെ ഇങ്ങനെ മറന്നു പോകുന്നേ? മറന്നു പോയതാണോ അതോ വയറ്റില് കുഞ്ഞില്ലേ? ഉണ്ടല്ലോ ഉണ്ടല്ലോ. എന്തു പറ്റി? ഇല്ലെന്ന് ആരാ പറഞ്ഞത്? എന്റെ വയറ്റില് കുഞ്ഞുണ്ട്. അത് ഹെൽത്തി ആണെന്നും കൂടി ഡോക്ടർ പറഞ്ഞു. എന്തിനെങ്ങനെ പരിഭ്രമിക്കുന്നേ? വയറ്റിലുള്ള കുഞ്ഞ് ചിലപ്പോ ചവിട്ടിയതായിരിക്കും. എന്താ ഏട്ടത്തി ചെയ്യുന്നേ? നിന്റെ കുഞ്ഞിപ്പോ എന്തു പറയാണെന്ന് ചെവി കൊണ്ട് കേൾക്കുമായിരുന്നു. ഇത് 9 മാസം തികഞ്ഞ ബേബി അല്ല, 4 മാസം ആയതേ ഉള്ളൂ. കണ്ണും കാതും മൂക്കൊന്നും വന്നു കാണില്ല. അത് നിനക്കെങ്ങനെ അറിയാം? എന്താ ചേച്ചി പറയുന്നേ? കാർത്തികയും എന്നെ പോലെ പ്രഗ്നന്റ് ആയിരിക്കല്ലേ? അവൾക്ക് ഇതെങ്കിലും അറിയാതിരിക്കോ ചേച്ചി? അല്ല കാർത്തിക, നിനക്ക് മനം പുരട്ടലൊക്കെ തോന്നുന്നുണ്ടോ? മനം പുരട്ടലോ? അതെന്താ? എന്താ ഇത്? നീയും വസുവിനെ പോലെ പ്രഗ്നന്റ് തന്നെയല്ലേ? മനം പുരട്ടൽ എന്താന്നറിയില്ലേ? എനിക്ക് മസാല എന്തെന്നറിയാം. മനം പുരട്ടലെന്ന് വെച്ചെന്താ? മനം പുരട്ടൽ എന്ന് വെച്ചാൽ ഒരുപക്ഷെ നീ വല്ല മസാലയായിട്ടും കരുതിയോ എന്തോ? മനം പുരട്ടി വരുന്നത്, വോമിറ്റിംഗ് തോന്നുന്നത്, തല കറങ്ങുന്നത്, ഇതെല്ലാം നിനക്ക് ഉണ്ടാവാറുണ്ടോ കാർത്തിക? ഞാനെന്താ ഒരു പേഷ്യന്റ് ആണോ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ? നീ പ്രഗ്നന്റ് ആയിട്ടിരിക്കുകയല്ലേ കാർത്തിക? പ്രഗ്നന്റ് ആയിരിക്കുമ്പോ ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഇതൊക്കെ എനിക്കുണ്ട്. ഇന്നലെ കൂടി ഞാൻ ഛർദിച്ചതാ. ഹോസ്പിറ്റലിൽ വെച്ച് എനിക്ക് തല കറക്കമുണ്ടായി. ഓഹോ. കാർത്തികേ, മോളെ കാർത്തികേ, കാർത്തികേ, ഇതാ മോളെ ജ്യൂസ് കുടിക്കേ. അല്ല, ജ്യൂസ് ഗർഭിണിയായിരിക്കുന്നവർക്കോ അതോ ഗർഭിണി അല്ലാത്തവർക്കോ? എനിക്കൊന്നും അറിയില്ല. അറിയില്ല. എല്ലാം ഈ കാർത്തികയാ. അതെ, എല്ലാം ഇവള് കാരണ. എനിക്കൊന്നും അറിയില്ല ആന്റി. എല്ലാം ഇവള് കാരണ. സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല. എന്താ മോളെ? ആന്റി ജ്യൂസ് കൊണ്ടുവന്നത് എനിക്ക് വേണ്ടിയല്ലേ? നിനക്ക് തന്നെ. പക്ഷേ ഗർഭിണി അല്ലാത്തവർക്കെന്ന് പറഞ്ഞപ്പോ? ഗർഭിണിയായിരിക്കുന്നത് വസുവും കാർത്തികയാണ്, അല്ലാത്തത് ഞാനും. എനിക്ക് കൊണ്ടുവന്നതാണോ അതോ അവർക്ക് കൊണ്ടുവന്നതാണോ എന്ന് ചോദിച്ചതാ ഇളയമ്മേ. അല്ല, ഇളയമ്മയ്ക്ക് എന്താ അറിയാത്തത്? കാർത്തിക എന്ത് ചെയ്തു എന്നാ? ഇളയമ്മ എന്തോ ഒളിപ്പിക്കുന്ന പോലെ തോന്നുന്നു. എന്തോ ഓർത്ത് ടെൻഷനും അടിക്കുന്നുണ്ട്. ഞങ്ങളൊന്നും മറച്ചു വെച്ചിട്ടില്ലല്ലോ. നിങ്ങളാ ഞങ്ങളെ കൺഫ്യൂസ് ചെയ്യുന്നത്. നിങ്ങളെ കൺഫ്യൂഷൻ ആക്കേണ്ട ആവശ്യം ഞങ്ങൾക്ക് എന്താ ഉള്ളത്? നിങ്ങൾക്ക് ഇപ്പൊ എന്താ പ്രശ്നം? ഇന്ന് രാവിലെ തൊട്ട് ശല്യം ചെയ്യാൻ തുടങ്ങിയതാണല്ലോ. പോയി നിങ്ങൾ ജോലി നോക്ക് ചെല്ലേ. അല്ല ഇളയമ്മേ, ഞങ്ങൾ ഇവിടെ തന്നെ നിന്നാ സത്യങ്ങളെല്ലാം അറിയുന്നുള്ള പേടിയാണോ? ഇവര് രണ്ടുപേരും തന്നെ ടോർച്ചർ ചെയ്യുന്നേ. ഒരുപക്ഷെ നീ ഗർഭിണിയല്ലെന്നുള്ള കാര്യം ഇവരറിഞ്ഞോ? അറിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ നിങ്ങളുടെ വായിൽ വീണ് കാണും. നമ്മൾ വസുവിനെ ടോർച്ചർ ചെയ്യുന്ന വിചാരിക്കുമ്പോ അവര് രണ്ടുപേരും നമ്മളാണല്ലോ ടോർച്ചർ ചെയ്യുന്നേ. അവർക്ക് ഈ ധൈര്യം എവിടുന്നാ കിട്ടിയത്?
ഭാവന എടുത്തി കൊടുത്ത ധൈര്യമായിരിക്കും. അത് മാത്രമല്ല, നമ്മുടെ കൂടെ നിൽക്കേണ്ട ഭാവന എടുത്തി എന്തിനാ വസുവേട്ടത്തിയുടെ കൂടെ നിൽക്കുന്നേ? ശരിയാണല്ലേ, ഇന്ന് തന്നെ അവക്കൊരു പണി കൊടുക്കുന്നുണ്ട്. എടാ ഭാസ്കരാ, നിന്റെ ഭാര്യയോട് നമ്മുടെ സൈഡ് നിൽക്കാൻ പറയുമ്പോ അവള് വസുവിന്റെ സാരിയുടെ തുമ്പം പിടിച്ച് നടക്കുക. അവള് വന്ന ഉടനെ പറഞ്ഞ് മനസ്സിലാക്കുക. ഏടത്തേക്ക് സ്ട്രോങ് ആയിട്ട് വാർണിംഗ് കൊടുക്കണം ഏട്ടാ. ഞാൻ അഖിലിന് എന്തുമാത്രം വിശ്വാസമുള്ളവളായിട്ടിരിക്കുന്നു, അതുപോലെ തന്നെ ഭാവന എടുത്തിയോടും അടങ്ങി ഒതുങ്ങിയിരിക്കാൻ ഭാസ്കരേട്ടൻ പറ. ആവശ്യം വന്നാ 2 തല്ലു കൊടുത്തെങ്കിലും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്ക്. എന്നാലല്ലേ അവൾക്കൊരു പേടിയുണ്ടാവൂ. അപ്പോ നാളെ ഒരു ദിവസം അഖിലിനോട് എന്നെ തല്ലാൻ പറയോ? ചച്ചാ, നീ എനിക്ക് മോളെ പോലെയല്ലേ കാർത്തികേ? മോള് മോളെന്നൊക്കെ പറഞ്ഞ് എനിക്ക് കുഴി തോണ്ടുവല്ലോ. നിങ്ങളോട് ഞാൻ ഇനി സൂക്ഷിച്ചു വേണം പെരുമാറാൻ. എന്തിനാട്ടാ വിളിച്ചത്? ഞാൻ എന്താ പറഞ്ഞത്, നീ എന്താ ചെയ്തോണ്ടിരിക്കുന്നേ? ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നീ മറന്നുപോയോടി? അതോ ചാകാനുള്ള ധൈര്യം എനിക്ക് ഇല്ലെന്നാണോ നീ വിചാരിക്കുന്നത്? എന്റെ വാക്കിന് നിനക്കൊരു വിലയില്ലല്ലേടി. നിന്നെ ഞാൻ ഒന്ന് നിന്നെ. ഇപ്പൊ എന്ത് കാര്യത്തിന് എത്ര ദേഷ്യപ്പെടുന്നേ? ഏടത്തെയും വസു എടുത്ത് ഒരുമിച്ച് നിൽക്കുന്നത് ഞങ്ങൾക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അവള് നമ്മുടെ ശത്രുവാ. അവളോട് എന്തിനാ നീ കൂട്ടുകൂടുന്നേ? വസുവേട്ടത്തിയോട് ചേർന്ന് എന്നെ ടോർച്ചർ ചെയ്യാൻ നോക്കുവാണോ? പിന്നെ അബിയും വസുവിനെയും നിങ്ങൾ എന്തിനാ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നേ? വസുവിനെ എങ്ങനെയെങ്കിലും അബോഷനാക്കി അബിയുടെ സ്വത്ത് മുഴുവൻ കൈക്കലാക്കാൻ. ആണല്ലോ. അപ്പോ ശത്രു നമ്മുടെ കൂടെ തന്നെ ഉണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് എന്തും ചെയ്യാൻ പറ്റുമെന്നുള്ളത് കൊണ്ടല്ലേ അവര് വീണ്ടും ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. അതെ, അതിനെ എന്നെ കൂട്ടിക്കൊണ്ടുവന്നത്. നിങ്ങള് ശത്രു അടുത്തുണ്ടാവണമെന്ന് കരുതി, ഞാൻ ശത്രുവിന്റെ കൂടെ ഉണ്ടാവണമെന്ന് കരുതി. നീ എന്താ പറഞ്ഞു വരുന്നേ? നമ്മളിപ്പോ നമ്മുടെ റൂമിലിരിക്കും, വസുവിന്റെ റൂമിലും ഇരിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതേസമയം ഞാൻ വസുവിന്റെ കൂടെ ഇരുന്നാ അവളെ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ലേ? നീ സത്യാണോ ഈ പറയുന്നേ? എന്താ എളിയമ്മേ, എന്റെ ഭർത്താവിനെക്കാളും ആ വസു എനിക്ക് അത്ര വലുതൊന്നുമല്ല. എന്റെ കുട്ടികളുടെ ഭാവിയെക്കാളും അവളുടെ കുട്ടികളുടെ ഭാവി വലുതൊന്നുമല്ല എനിക്ക്. രാമൻ കാട്ടിലേക്ക് പോകുമ്പോ സീത അന്തപുരത്തിൽ ഇരുന്നില്ലല്ലോ ഇളയമേ. രാമനോടൊപ്പം കാട്ടിലേക്ക് പോയില്ലേ? ഞാനും അങ്ങനെ തന്നെയാ. എന്റെ ഭർത്താവ് എവിടെയാണോ ഞാനും അതിന്റെ കൂടെ ആയിരിക്കും. ഒരു സീത, ഒരു സാവിത്രി, ഒരു അനസൂയ, ഒരു അരുന്ധതി, ഒരു ഭാവന. ഞാനും പതിവ്രത തന്നെയാ ഇളയമേ. പതിഭക്തി ഉള്ളവളാ. എന്നെ സംശയിക്കുകയാണോ നിങ്ങള്? എന്താ ഇത്? കണ്ടിട്ട് ഓവർ ആക്ടിങ് പോലെ തോന്നുന്നല്ലോ. നിന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോടി. നിന്റെ സംസാരത്തിൽ എന്തോ പന്തികേടുണ്ട്. നിർത്തളേമേ, എല്ലാവരെയും സംശയിച്ച് അവസാനം ഭാവനയും കൂടെ സംശയിക്കാണല്ലേ? ഞങ്ങളുടെ കല്യാണം കഴിച്ചതിന് ശേഷം ഒരു തവണ പോലും എന്നെ എതിർത്തോള് സംസാരിച്ചിട്ടില്ല, അറിയോ? അവള് ശരിക്കും ഒരു പതിവ്രത തന്നെയാ. ഇനി ഒരിക്കൽ കൂടെ ഭാവനയെ സംശയിച്ച നിങ്ങളെ ഞാൻ ശരിയാക്കും. എന്നെ ഏട്ടൻ ഇത്രത്തോളം വിശ്വാസമുള്ളതില് ഒരുപാട് നന്ദിയുണ്ട്. നിന്നെ പറ്റി എനിക്ക് അറിയാലോ ഭാവനെ. എന്റെ സംശയമൊക്കെ ഇന്ന് രാവിലെ തന്നെ മാറിക്കിട്ടി. നീ എന്റെ പുന്നാര ഭാര്യയല്ലേ, എന്റെ വാക്കല്ലേ നീ കേൾക്കുള്ളൂ. ഇനി പറയട്ടാ,
ഇപ്പോ ഞാൻ അടുക്കളയിലേക്ക് പോണോ അതോ വസുവിന്റെ മുറിയിലേക്ക് പോണോ? വസുവിന്റെ റൂമിൽ തന്നെ പൊയ്ക്കോ. തക്ക നോക്കി അവളെ വയറ്റി വളരുന്ന കുഞ്ഞിനെ കൊന്നേക്ക്. ഓ ഉറപ്പായും കൊല്ലേട്ടാ, കൊന്നിരിക്കും ഞാൻ. ഉറപ്പായും കൊന്നിരിക്കും. ഇവള് വസുവിന്റെ കുഞ്ഞിനെ കൊല്ലൂന്ന് എനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ലടാ. വാ അടയ്ക്കും. എല്ലാവരും നിങ്ങളെ പോലെ 2 നാവ് കൊണ്ടല്ല ജീവിക്കുന്നത്. നിങ്ങൾ ഭയങ്കര ഡേഞ്ചറാ. കാർത്തിക, ഇവരുടെ അടുത്തുനിന്ന് കുറച്ച് മാറി നിൽക്ക്. ഇല്ലെങ്കിൽ ഏട്ടന്റെ ഏട്ടത്തിന്റെ ഇടയ്ക്ക് വഴക്കുണ്ടാക്കി പിരിക്കുന്നത് പോലെ നമ്മുടെ ഇടയിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. നീ പ്രഗ്നന്റ് അല്ലാന്നും എന്നെ ചീറ്റ് ചെയ്യാണെന്നും പറഞ്ഞ് ഇവർ വലിയ നുണക്കഥ ഉണ്ടാക്കും. ഞാൻ അവരോടൊന്നും പറഞ്ഞില്ല. അവൾ എന്തോ ഒരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞതാ. അഖിലിനോട് പറഞ്ഞാലുണ്ടല്ലോ ഞാൻ തന്നെ നിങ്ങളെ കൊന്നു കളയും.